ചെല്ലീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നത്, പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നമ്മളിന്ന് അച്ചപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത പൊടിയാണ്, നൈസ് പൊടി വേണം നമുക്ക് എടുക്കാനായിട്ട്. നമ്മൾ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മൾ 1 തേങ്ങയുടെ 1/4 പാൽ എടുത്തിട്ടുണ്ട്, അതിൻ്റെ 2/2 പാലും എടുത്തിട്ടുണ്ട്. ആദ്യം 1/4 പാൽ ചേർക്കുക. നമ്മൾ കുറച്ച് എള്ള എടുത്തിട്ടുണ്ട്, ഇത് കഴുകി ഉണക്കിയ എള്ളാണ്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. സൺഫ്ലവർ എടുത്താലും കുഴപ്പമില്ല. നമ്മളൊരു അച്ചപ്പത്തിൻ്റെ അച്ച് മേടിച്ചിട്ടുണ്ട്. ഇത് പുതിയ അച്ചാണ്, എൻ്റെ പഴയ അച്ച് ചീത്തായി പോയ കാരണം കൊണ്ട് ഞാൻ പുതിയത് മേടിച്ചതാണ്. അച്ചപ്പത്തിൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് അച്ചപ്പത്തിൻ്റെ വീഡിയോ ഇടാൻ പോണത്. പുതിയ അച്ച് മേടിക്കുമ്പോൾ നമ്മൾ കുറച്ച് പുളിയിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ കുറേ നേരം ഇട്ട് വെച്ചേക്കാം. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ ഇട്ട് വെച്ചേക്കാം. അപ്പം നമുക്ക് അച്ച് ശരിയായി കിട്ടും. ആ 3 കോഴിമുട്ട നമ്മൾ പൊട്ടിച്ച് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരകൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൈദയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 1/4 പാൽ ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ള 1/4 പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മുട്ട അടിച്ചു കൊണ്ടുവന്നത് ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2/2 പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് വറുത്ത പൊടിയായത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ പച്ചപ്പൊടിയാണെങ്കിൽ ഇത്രയും പാൽ നമുക്ക് വേണ്ടി വരില്ല. കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. കുഴച്ച് വരുമ്പോൾ ഒരുപാട് സമയം പോകും. ഇങ്ങനെ അടിച്ച് നമ്മൾ ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അടിക്കുമ്പോൾ. നമ്മളെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ 2/2 പാലും കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിച്ചെടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാവിൻ്റെ പാകം ഈ ഒരു ലെവലുണ്ടാവണം കേട്ടോ. കണ്ട പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടോ? ഈ ഒരു ലെവലിരിക്കണം. പിന്നെ അച്ചപ്പം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ഈ എള്ള് കഴുകി ഉണക്കി വെച്ചതാണ്, എന്നാലും ഞാനൊന്ന് കഴുകി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുമ്പോഴേ ഒന്ന് കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോലെ. കമൻറ്റൊക്കെ വന്നെങ്കിലേ ഇത് കയറിപ്പോവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുന്നുണ്ട്, കണ്ടാൽ ഒരു കമൻ്റ് ഇടാനോ ഒരു ലൈക്ക് ഇടാനോ എന്തോരം സമയം വേണം. അതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തോളാം കേട്ടോ. ഇതിൽ വെള്ളം കൂടിപ്പോയാൽ ഇത്തിരി പൊടി ഇട്ട് കൊടുക്കുക. വെള്ളം കുറഞ്ഞ ഇത്തിരി വെള്ളമോ നമ്മൾ 2/2 പാലോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ കംപ്ലീറ്റ് നമ്മൾ 1/4 പാലും എടുത്തു, 2/2 പാലും എടുത്തു. നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് തട വരുന്നുണ്ട്, തിളയ്ക്കാറായി, നല്ല ചൂടായി കേട്ടോ. നമ്മൾ അന്നേരം ഈ അച്ച് നമ്മളിങ്ങനെ മുക്കിയിട്ട് നന്നായിട്ട് ചൂട് പിടിപ്പിക്കണം. ലേശം മാവൊന്ന് ഒഴിച്ച് കൊടുക്കും നോക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി എടുത്തിട്ട് മാവിൽ മുക്കി വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് മുക്കരുത് കേട്ടോ. ഇങ്ങനെ ഇത്രയ്ക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് മുക്കിയാൽ മതി കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ആട്ടി കൊടുക്കണം കേട്ടോ. അപ്പോഴൊന്ന് ഇളകി വരുള്ളൂ. അധികം മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ വിട്ട് കിട്ടില്ല. ആട്ടി കൊടുക്കുമ്പോൾ അത് വിട്ട് കിട്ടും. വേണ്ട, ഇതിങ്ങനെ തന്നെ ഇടാം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടുത്തത് ഉണ്ടാക്കാം കേട്ടോ.
ചൂടായിട്ട് തന്നെ കിടക്കണം നമ്മുടെ അച്ച്. മുങ്ങിപ്പോകാൻ പാടില്ല. വേണ്ട, ഈ ഒരു ലെവൽ എടുക്കണം. ഇങ്ങനെ ഒന്ന് മുട്ടിച്ചു കൊടുക്കാം. അത് തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ മുരിയണമെന്നെങ്കിൽ അങ്ങനെ മുരിച്ചെടുക്കാം. അത് കളറ് നമ്മൾക്ക് ഇഷ്ടം ഏത് കളറിൽ എടുക്കേണ്ടതെന്നത് അതുപോലെ ചെയ്താൽ മതി. ഇത് നമുക്ക് കോരി മാറ്റാം. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് മുക്കാം കേട്ടോ. ചൂടായി കിടക്കാം. ഇതൊന്ന് മുട്ടിച്ചു കൊടുത്താൽ ആ തുള്ളി തുള്ളി പോലുള്ളത് ആദ്യം അങ്ങനെ നിൽക്കില്ല. ഇതുപോലെ നമുക്ക് എല്ലാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഉണ്ടാക്കുന്നത് ഇങ്ങനെ കമഴ്ത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് എണ്ണ ഉണ്ടെങ്കിൽ ഇവിടെ പൊക്കോളും. നമ്മൾ അച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ബാക്കി മാവ് കുറച്ചുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാക്കാം. ബാക്കി ഇത്രയും മാവുണ്ട്. ഇതിൽ കുറച്ചും കൂടെ മധുരം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. ഇനി ഒരു 10 ഉണ്ടാക്കാനുള്ളതൊക്കെ നമുക്ക് മാവ് ബാക്കി വന്നിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കൂ കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. നമുക്കൊരു ഒരാഴ്ചയൊക്കെ വെച്ചിരുന്ന് എടുക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.